അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠത്തിൽ നമ്മളൊരു കത്ത് എങ്ങനെ ഉറുദുവിൽ എഴുതണമെന്ന് പഠിച്ചു. ഇന്ന് പുതിയൊരു പാഠമാണ് ഗേണ്ട, അല്ലേ? ഗേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടാമൃഗം. അപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നെല്ലാം ശ്രദ്ധിക്കുക. കുറേ നല്ല പദങ്ങളൊക്കെ ഉള്ള നല്ലൊരു പാഠാണിത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഗേണ്ട ഏക് അജീബോ ഒരീബ് ജാൻവർ ഹെ. കണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെടുത്തുന്നതും വിചിത്രവുമായ ഒരു ജീവിയാണ്. യേ ഹസാറോം സാൽ പഹ്ലെ സെ ദുനിയാ മേ മൗജൂദ് ഹെ. ഈ കണ്ടാമൃഗം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ഉള്ളതാണ്. ഗേണ്ടെ കി ഷക്കിൽ അനോഖി ഹോത്തി ഹെ. ഈ കണ്ടാമൃഗത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അനോഖി എന്ന് പറഞ്ഞാൽ വിചിത്രമായ. ലംബാസ നീളമുള്ള, ബേത്തുക്ക ചഹര ബേത്തുക്ക എന്ന് പറഞ്ഞാൽ വിരൂപമായ കവിൾ, മുഖം. ചഹര എന്ന് പറഞ്ഞാൽ മുഖം, കവിൾ എന്നൊക്കെ പറയും. ബേത്തുക്ക ചഹര വിരൂപമായ കവിൾ അല്ലെങ്കിൽ വിചിത്രമായ കവിൾ. ദോ ചോട്ടി ചോട്ടി ആംഗേം, 2 ചെറിയ കണ്ണുകൾ. നാക്ക് കെ ഊപ്പർ ഏക് സേങ്ക്, അല്ലേ? മൂക്കിന് മുകളിലായി ഒരു നാക്ക് കെ ഊപ്പർ ഏക് സീങ്ക്, മൂക്കിന് മുകളിലായി ഒരു കൊമ്പ്. സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പ്. ഏ സീങ്ക് ടൂട്ട് ജാനെ പർ ദോ ബാര നിക്കലാത്ത ഹെ. ഈ കൊമ്പ് പൊട്ടിപ്പോയാൽ, ടോട്ട് ജാന എന്ന് പറഞ്ഞാൽ പൊട്ടുക. അപ്പോൾ ഈ കൊമ്പ് പൊട്ടിപ്പോയാൽ ദോ ബാര നിക്കലാത്ത ഹെ, എന്ത് ചെയ്യുന്നു? 2 പ്രാവശ്യം പുറത്ത് വരുന്നു, 2 പ്രാവശ്യം അത് വരുന്നു. അതായത് അതിൻ്റെ ജീവിതത്തിൽ ആ കൊമ്പ് പൊട്ടിപ്പോയി എങ്കിൽ അത് 2 പ്രാവശ്യം അത് പുറത്ത് വരും, അത് ഉണ്ടാവും എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ 1 പ്രാവശ്യം അത് ഉണ്ടാകും, അതിന് ശേഷം 1 പ്രാവശ്യം പൊട്ടി വീണ്ടും ഉണ്ടാകും, 1 പ്രാവശ്യം പൊട്ടി വീണ്ടും ഉണ്ടാകും. അങ്ങനെ 2 പ്രാവശ്യം ആ കൊമ്പ് വളർന്നു വരുന്നു അർത്ഥം, പൊട്ടിപ്പോയാൽ. നാക്കി സീദ് മേം, മൂക്കിന് നേരെയായി. നിക്കല ഹുവ സീങ്ക്, മൂക്കിന് നേരെയായി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു കൊമ്പ്. ഏ ഉസ്ക ഹൗഫ്നാക്ക് ഹത്തിയാർ ഹെ. ആ കണ്ടാമൃഗത്തിൻ്റെ പേടിപ്പെടുത്തുന്ന, ഹൗഫ്നാക്ക് പേടിപ്പെടുത്തുന്ന, ഹത്തിയാർ ഹെ ആയുധമാണ്. കണ്ടാമൃഗം അതുകൊണ്ടാണ് എല്ലാവരെയും ആക്രമിക്കുക. അത് ആ കൊമ്പ് കണ്ടാൽ തന്നെ, ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ കൊമ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര, നമ്മളെ പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്നതാണ്. അത് ഇങ്ങനെ മുകളിലേക്കാണ് ഉള്ളതെങ്കിലും അത് വരിക, കുത്താൻ വരിക. അതിൻ്റെ മൂക്ക് നിലത്ത് തട്ടിച്ചിട്ട് അതിൻ്റെ കൊമ്പ് നേരെയാക്കിയിട്ടായിരിക്കും എന്താ പറയുക, അത് കുത്താൻ വരിക. നിങ്ങൾ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ, അനിമൽ പ്ലാനറ്റ്. ഓക്കെ. ഡാൽ ജൈസി 2 ഇഞ്ച് മോട്ടി ഗാൽ. ഡാൽ ജൈസി പരിചയപ്പോലുള്ള 2 ഇഞ്ച് 2 ഇഞ്ചുള്ള മോട്ടി തടിച്ച ഗാൽ. ഗാൽ പറഞ്ഞാൽ എന്താ? കാലല്ല. ഗാൽ എന്ന് പറഞ്ഞാൽ തൊലി, ചർമ്മം. അപ്പോൾ പരിചയ പോലുള്ള 2 ഇഞ്ച് തടിയുള്ള എന്ത് ചർമ്മം, തൊലി ഉണ്ട് അതിന്. അതുപോലെ ഗന്ധോം ഓ റാനോം പെർ. ഗന്ധോം ഗന്ധ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ. റാനോം എന്ന് പറഞ്ഞാൽ തുട. അപ്പോൾ ഗന്ധോം ഓർ റാനോം പെർ, ഷോൾഡറിലും അതുപോലെ തുടയിലും. മുട്ടിന എന്നാണ് വാക്ക്. മുട്ടിന എന്ന് പറഞ്ഞാൽ വളയുക. അപ്പോൾ പെർ മുട്ടി ഹുയി, വളഞ്ഞ. ഓർ ഉസ് പെർ മോട്ടി കാണ്ടേം, ആ ഐമൽ എന്ത് വലിയ തടിയുള്ള സന്ധി. ഗാണ്ടേം എന്ന് പറഞ്ഞാൽ സന്ധികൾ. ഓക്കെ. അപ്പോൾ ഷോൾഡർമേലും അതിൻ്റെ തുടയിലും വളഞ്ഞിട്ടുള്ള, അതുപോലെ
നല്ല തടിയുള്ള സന്ധികളുണ്ട്. ഉസെ ദേഖ് കർ ഐസ മാലൂം ഹോത്താ ഹെ, അതിനെ കണ്ടാൽ ഇങ്ങനെ തോന്നുന്നു എന്തെന്നാൽ ടാങ്ക് ചലാ രഹാ ഹെ, ഒരു ടാങ്ക് ഇങ്ങനെ വരികയാണ് എന്ന് തോന്നിപ്പോകും. ആ ഒരു കണ്ടാമൃഗത്തെ കണ്ടാലേ ഒരു ടാങ്ക് ഇങ്ങനെ നടന്നു വരികയാണ് എന്ന് തോന്നിപ്പോകും. ഗേണ്ടേക്ക് ബേപനാഹ് തോക്കത്ത്, ഈ കണ്ടാമൃഗത്തിൻ്റെ ബേപനാഹ് എന്ന അങ്ങേയറ്റമുള്ള അല്ലെങ്കിൽ അപാരമായ തോക്കത്ത്, ശക്തി. ഓർ ടക്കർ സെ, ടക്കർ എന്ന് പറഞ്ഞാലും ശക്തി അല്ലെങ്കിൽ തള്ളൽ അല്ലെങ്കിൽ യുദ്ധം എന്നതിനൊക്കെ ടക്കർ പറയലുണ്ട്. ഇവിടെ ശക്തി എന്ന് വെച്ചാൽ മതി. അപ്പോൾ ബേപനാഹ് തോക്കത്തോർ ടക്കർ സെ, അങ്ങേ അറ്റത്തുള്ള ശക്തി കൊണ്ട് ഹാത്തി ജൈസ തോക്കത്ത് വർ ജാൻവർ ബി ഗബറാത്ത ഹെ, ആനയെ പോലെയുള്ള, ജൈസ എന്ന് പറഞ്ഞാൽ പോലെയുള്ള, ഹാത്തി ജൈസ തോക്കത്ത്, ആനയെ പോലെയുള്ള, തോക്കത്ത് വർ ആനയെ പോലെയുള്ള ശക്തിയുള്ള ജന്തുക്കൾ, ജീവികൾ, ജാൻവർ ബി ജന്തുക്കളും, ഗബറാത്ത ഹെ പേടിക്കുന്നു, അമ്പരക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ടാമൃഗത്തെ കണ്ടാൽ ഈവൻ ആനയെ പോലെയുള്ള ശക്തിയുള്ള ജീവികൾ പോലും ഭയപ്പെടുന്നു എന്നർത്ഥം. ഷേർ ഓർ ചീത്തെ തക്, ഷേർ സിംഹവും, ഓർ ചീത്തെ പുലിയും, പുലി വരെ ഗേണ്ടേ സെ കത്റാക്കർ നിക്കൽ ജാത്താ ഹെ. കത്റാന എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കത്റാന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കത്റാന, ബേച്ചുകർ നിക്കൽന, രക്ഷപ്പെട്ടു പോവുക എന്ന അർത്ഥത്തിലാണ് കത്റാന ഉപയോഗിക്കൽ. കത്റാന ഒരു പുതിയ പദമാണ്, രക്ഷപ്പെട്ടു പോവുക. അപ്പോൾ സിംഹവും പുലി വരെ ഈ കണ്ടാമൃഗത്തിൽ നിന്ന് കത്റാക്കർ നിക്കൽ ജാത്താ ഹെ, രക്ഷപ്പെട്ടു പോകുന്നു. കത്റാന എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു പോകുക എന്നാണ്. അപ്പോൾ കത്റാക്കർ നിക്കൽ ജാത്താ ഹെ, രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇന്ന് ഇത്ര എടുത്താൽ മതി. കുറേ പുതിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക. വേർഡ് ബൈ വേർഡ് അർത്ഥം വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.